Hello dear friends, welcome to Lit Word Notes. ഈ വീഡിയോ ഹൗ മെനി മോർ ഡേയ്സ് ഡെമോക്രസി എന്ന പോയത്തിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് നൽകുന്നത്. ലിറ്റ് വേർഡ് നോട്ട്സ് UG കോഴ്സിലെ കോമൺ ഇംഗ്ലീഷ്, കോർ ഇംഗ്ലീഷ്, PG ഇംഗ്ലീഷ് എന്നിവയ്ക്ക് വേണ്ട മികച്ച നോട്ടുകൾ നിങ്ങൾക്കായി ലഭ്യമാക്കുന്നു. Answer the following questions in a sentence or two. ആദ്യമായി ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. Question 1. I hear your bedlam, democracy. Explain. ജനാധിപത്യമേ, ഞാൻ നിന്റെ ബെഡ്ലാം, അതായത് ബഹളം അല്ലെങ്കിൽ കോലാഹലം കേൾക്കുന്നു. വിശദീകരിക്കുക. Here, the poet metaphorically describes that he hears democracy's bedlam, indicating the chaotic and tumultuous nature of its current state. ജനാധിപത്യത്തിന്റെ കോലാഹല ശബ്ദമാണ് താൻ കേൾക്കുന്നതെന്ന് കവി ഇവിടെ മെറ്റഫറായിട്ട് വിവരിക്കുന്നു. ഇത് ജനാധിപത്യത്തിന്റെ നിലവിലെ അവസ്ഥയുടെ കുഴപ്പവും പ്രക്ഷുബ്ധവുമായ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു. Question 2. How does democracy appear to the poet? ജനാധിപത്യത്തെക്കുറിച്ച് കവിക്ക് എങ്ങനെയാണ് തോന്നുന്നത്? Democracy appears to the poet as a figure with lips sewn together and eyes blindfolded, symbolizing its constrained and silenced state. ജനാധിപത്യം ചുണ്ടുകൾ തുന്നിച്ചേർത്ത് കണ്ണടച്ചിരിക്കുന്ന ഒരു രൂപമായി കവിക്ക് തോന്നുന്നു. അതിന്റെ നിയന്ത്രിതവും നിശബ്ദവുമായ നിലവിലെ അവസ്ഥയെ ഈ ഇമേജറി പ്രതീകപ്പെടുത്തുന്നു. Question 3. Why does he call democracy barren? എന്തുകൊണ്ടാണ് അദ്ദേഹം ജനാധിപത്യത്തെ ബാരൻ എന്ന് വിളിക്കുന്നത്? The poet calls democracy barren to imply its potential decline or loss of vitality if the necessary changes are not implemented. ആവശ്യമായ മാറ്റങ്ങൾ നടപ്പിൽ വരുത്തിയില്ലെങ്കിൽ ജനാധിപത്യത്തിനുണ്ടാകാൻ പോകുന്ന നാശമോ അതിന്റെ ശക്തിക്ഷയമോ സൂചിപ്പിക്കാനാണ് കവി ജനാധിപത്യത്തെ ബാരൻ എന്ന് വിളിക്കുന്നത്. It signifies the poet's concern that democracy may become devoid of meaningful progress or development. ജനാധിപത്യം അർത്ഥവത്തായ പുരോഗതിയോ വികസനമോ ഇല്ലാതെയാകുമോ എന്ന കവിയുടെ ആശങ്കയെ ഇത് സൂചിപ്പിക്കുന്നു. Question 4. Democracy, I wish you a long life. Identify the figure of speech in this line. ജനാധിപത്യം, നിനക്ക് ഞാൻ ദീർഘായുസ് നേരുന്നു. ഈ വരിയിലെ അലങ്കാര പ്രയോഗം തിരിച്ചറിയുക. The figure of speech in the line, democracy, I wish you a long life, is personification, as democracy is addressed as if it were a living being capable of having a lifespan. ഈ വരിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ച് പേഴ്സണിഫിക്കേഷനാണ്. കാരണം ജനാധിപത്യത്തെ ആയുസ്സുള്ള ഒരു വ്യക്തിയെപ്പോലെയാണ് അഭിസംബോധന ചെയ്യുന്നത്. Answer the following questions in a paragraph of about 150 words. അടുത്തതായി പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ്. Question 1. How does the poet describe the present condition of democracy? ജനാധിപത്യത്തിന്റെ ഇന്നത്തെ അവസ്ഥയെ കവി എങ്ങനെയാണ് വിവരിക്കുന്നത്? The poet describes the present condition of democracy as one of mutilation and humiliation. The imagery used portrays democracy with its head down, knees bent, and eyes closed, symbolizing a submissive and oppressed state. ജനാധിപത്യത്തിന്റെ ഇന്നത്തെ അവസ്ഥ അംഗഭംഗത്തിന്റെയും അപമാനത്തിന്റെയും ഒന്നായി കവി വിവരിക്കുന്നു. ഉപയോഗിച്ച ഇമേജറി ജനാധിപത്യത്തെ തല താഴ്ത്തിയും കാൽമുട്ടുകൾ വളച്ചും കണ്ണുകൾ അടച്ചുമിരിക്കുന്ന ഒരു രൂപമായി ചിത്രീകരിക്കുന്നു. ഇത് കീഴടങ്ങിയതും അടിച്ചമർത്തപ്പെട്ടതുമായ രാജ്യത്തെ പ്രതീകപ്പെടുത്തുന്നു. The mention of lips sewn together and eyes covered with a blindfold further emphasizes the constraints imposed on democracy, restricting its ability to speak out and see clearly. ചുണ്ടുകൾ തുന്നിച്ചേർത്തതും കണ്ണടച്ചിരിക്കുന്നതുമായ എന്ന പരാമർശം ജനാധിപത്യത്തിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട നിയന്ത്രണങ്ങളെ, അതായത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും വ്യക്തമായി കാണാനുമുള്ള അതിന്റെ കഴിവിനെ പരിമിതപ്പെടുത്തുന്ന നിയന്ത്രണങ്ങളെ സൂചിപ്പിക്കുന്നു. These descriptions evoke a sense of frustration and helplessness, highlighting the poet's perception that democracy is currently suffering and unable to fully function as it should. ഈ വിവരണങ്ങൾ നിരാശയുടെയും നിസ്സഹായതയുടെയും ബോധം നമ്മിലുണർത്തുന്നു. ജനാധിപത്യം നിലവിൽ ദുരിതമനുഭവിക്കുകയാണെന്നും പൂർണ്ണമായി പ്രവർത്തിക്കാൻ അതിന് കഴിയുന്നില്ലെന്നും കവി സൂചിപ്പിക്കുന്നു. Question 2. Explain the significance of the title, How Many More Days, Democracy. ഈ കവിതയുടെ ടൈറ്റിലിന്റെ പ്രാധാന്യം വിശദീകരിക്കുക. The title, How Many More Days, Democracy, carries a tone of urgency and concern. It suggests that the poet is questioning how much longer democracy can endure in its current state before significant changes are made. ഈ ടൈറ്റിൽ അടിയന്തര സ്ഥിതിയുടെയും ഉത്കണ്ഠയുടെയും സ്വരം സൂചിപ്പിക്കുന്നു. കാര്യമായ മാറ്റങ്ങൾ വരുത്തുന്നതിന് മുമ്പ് ജനാധിപത്യം അതിന്റെ നിലവിലെ അവസ്ഥയിൽ എത്രത്തോളം കാലം നിലനിൽക്കുമെന്ന് കവി ചോദിക്കുന്നു. The phrase, How many more days, implies a sense of impending doom, or a countdown to a critical point. It reflects the poet's plea for immediate attention and action to address the challenges and problems democracy faces,
emphasizing the need to safeguard and preserve democratic values and principles. ഹൗ മനി മോർ ഡേയ്സ് എന്ന പദപ്രയോഗം വരാനിരിക്കുന്ന വിനാശത്തെക്കുറിച്ചോ ഒരു നിർണായക ഘട്ടത്തിലേക്കുള്ള കൗണ്ട്ഡൗണിനെയോ സൂചിപ്പിക്കുന്നു. ജനാധിപത്യ മൂല്യങ്ങളും തത്വങ്ങളും സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞുകൊണ്ട് ജനാധിപത്യം അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെയും പ്രശ്നങ്ങളെയും അഭിസംബോധന ചെയ്യാൻ അടിയന്തര ശ്രദ്ധയും നടപടിയും വേണമെന്ന കവിയുടെ അഭ്യർത്ഥന ഇത് പ്രതിപാദിക്കുന്നു. Question 3. Pick out words from the poem that suggest that democracy is in a bad state. ജനാധിപത്യം മോശമായ അവസ്ഥയിലാണെന്ന് സൂചിപ്പിക്കുന്ന വാക്കുകൾ കവിതയിൽ നിന്ന് തിരഞ്ഞെടുക്കുക. Words from the poem that suggest democracy is in a bad state include mutilation, humiliation, darkness, and weep. Mutilation and humiliation convey a sense of damage and degradation inflicted upon democracy. The mention of darkness inside your home signifies internal problems and lack of transparency. ജനാധിപത്യം മോശമായ അവസ്ഥയിലാണെന്ന് സൂചിപ്പിക്കുന്ന ധാരാളം വാക്കുകൾ കവിതയിലുണ്ട്. Mutilation, humiliation, darkness, and weep എന്നിവ അവയിൽ ഉൾപ്പെടുന്നു. Mutilation, humiliation എന്നിവ ജനാധിപത്യത്തിനുണ്ടായ നാശത്തെയും അധപതനത്തെയും സൂചിപ്പിക്കുന്നു. Darkness inside your home എന്ന പരാമർശം ആന്തരിക പ്രശ്നങ്ങളും സുതാര്യതയുടെ അഭാവവും സൂചിപ്പിക്കുന്നു. The word weep evokes a sense of sadness and vulnerability. These words collectively imply that democracy is currently experiencing turmoil, oppression, secrecy, and vulnerability, highlighting its negative state and the urgent need for improvement. വീപ എന്ന വാക്ക് സങ്കടത്തിന്റെയും ദുർബലതയുടെയും വികാരമുണർത്തുന്നു. ജനാധിപത്യം നിലവിൽ പ്രക്ഷുബ്ധത, അടിച്ചമർത്തൽ, പരാധീനത എന്നിവ അനുഭവിക്കുകയാണെന്ന് ഈ വാക്കുകൾ കൂട്ടായി സൂചിപ്പിക്കുന്നു. ഇത് അതിന്റെ നിഷേധാത്മകമായ അവസ്ഥയും പുരോഗതിയുടെ അടിയന്തര ആവശ്യവും ഉയർത്തിക്കാട്ടുന്നു. Answer the following questions in about 300 words. ഏറ്റവും ഒടുവിലായി essay questions. Essay question 1. How does the poem bring out the dire condition of democracy? എങ്ങനെയാണ് കവിത ജനാധിപത്യത്തിന്റെ ദാരുണമായ അവസ്ഥ പുറത്തുകൊണ്ടുവരുന്നത്? The poem How Many More Days, Democracy effectively brings out the dire condition of democracy through its skillful use of imagery, metaphor, and emotional tone. The poet employs vivid and evocative language to paint a bleak picture of democracy's current state. ഇനി എത്ര നാളുകൾ ജനാധിപത്യം എന്ന കവിത ഇമേജറി, മെറ്റഫർ, ഇമോഷണൽ ടോണി എന്നിവയുടെ സമർത്ഥമായ ഉപയോഗത്തിലൂടെ ജനാധിപത്യത്തിന്റെ ദാരുണമായ അവസ്ഥയെ ഫലപ്രദമായി പുറത്തുകൊണ്ടുവരുന്നു. ജനാധിപത്യത്തിന്റെ നിലവിലെ അവസ്ഥയുടെ ഇരുണ്ട ചിത്രം വരച്ചിടാൻ കവി ഉജ്ജ്വലമായ ഭാഷ ഉപയോഗിക്കുന്നു. By personifying democracy as a figure with its head down, knees bent, and eyes closed, the poet symbolically conveys a sense of submission, powerlessness, and oppression. This image portrays democracy as being in a state of vulnerability and despair. ജനാധിപത്യത്തെ തല താഴ്ത്തി കാൽമുട്ടുകൾ കുനിച്ച് കണ്ണടച്ചു നിൽക്കുന്ന ഒരു രൂപമായി അവതരിപ്പിക്കുന്നതിലൂടെ കവി പ്രതീകാത്മകമായി വിധേയത്വത്തിന്റെയും അധികാരമില്ലായ്മയുടെയും അടിച്ചമർത്തലിന്റെയും സൂചന നൽകുന്നു. ഈ ഇമേജറി ജനാധിപത്യത്തെ ദുർബലതയുടെയും നിരാശയുടെയും അവസ്ഥയിൽ ചിത്രീകരിക്കുന്നു. The poet's choice of words like mutilation and humiliation intensifies the portrayal of democracy's suffering, suggesting that it is being physically and emotionally harmed. This language evokes a visceral response in the reader, emphasizing the dire nature of democracy's condition. അംഗഭംഗം, അപമാനം തുടങ്ങിയ പദങ്ങൾ കവി തിരഞ്ഞെടുത്തത് ജനാധിപത്യത്തിന്റെ പീഡാനുഭവങ്ങളുടെ ചിത്രീകരണത്തെ തീവ്രമാക്കുന്നു. ജനാധിപത്യം ശാരീരികമായും വൈരികമായും ദ്രോഹിക്കപ്പെടുന്നുവെന്ന് സൂചിപ്പിക്കുന്നു. ജനാധിപത്യത്തിന്റെ നിലവിലെ അവസ്ഥയുടെ ഭീകരമായ സ്വഭാവം ഊന്നിപ്പറയുന്ന ഈ ഭാഷ വായനക്കാരിൽ സഹജമായ പ്രതികരണം ഉണർത്തുന്നു. The metaphorical depiction of lips sewn together and eyes covered with a blindfold further underscores the restraints and censorship imposed on democratic expression. ചുണ്ടുകൾ തുന്നിച്ചേർത്തതും കണ്ണടച്ചിരിക്കുന്നതുമായ രൂപമെന്ന മെറ്റഫർ ജനാധിപത്യ ആവിഷ്കാരത്തിന്മേൽ ചുമത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങളെയും സെൻസർഷിപ്പിനെയും അടിവരയിടുന്നു. This imagery suggests that democracy is being silenced and blinded, preventing it from fully functioning as a system that upholds freedom of speech and transparency. സംസാര സ്വാതന്ത്ര്യവും സുതാര്യതയും ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംവിധാനമെന്ന നിലയിൽ ജനാധിപത്യം പൂർണ്ണമായി പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് തടയപ്പെടുകയും നിശബ്ദമാക്കുകയും അന്ധമാക്കപ്പെടുകയും ചെയ്യുന്നുവെന്നതാണ് ഈ ഇമേജറി സൂചിപ്പിക്കുന്നത്. The contrast between the internal and external worlds of democracy adds to the depiction of its dire condition. While the poet describes darkness inside your home, representing the internal struggles and challenges faced by democracy, there is also a mention of a riot of light outside.
ജനാധിപത്യത്തിന്റെ ആന്തരികവും ബാഹ്യവുമായ ലോകങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യം അതിന്റെ ദാരുണമായ അവസ്ഥയെ ചിത്രീകരിക്കുന്നു. ജനാധിപത്യം നേരിടുന്ന ആന്തരിക പോരാട്ടങ്ങളെയും വെല്ലുവിളികളെയും ഡാർക്ക്നെസ് ഇൻസൈഡ് യുവർ ഹോം എന്ന് കവി വിവരിക്കുമ്പോൾ പുറത്ത് റൈഡ് ഓഫ് ലൈറ്റ് എന്ന പരാമർശമുണ്ട്. This contrast emphasizes the stark difference between the potential and promise of democracy and its current reality. ഈ വൈരുദ്ധ്യം ജനാധിപത്യത്തിന്റെ സാധ്യതയും പ്രത്യാശയും അതിന്റെ നിലവിലെ യാഥാർത്ഥ്യവും തമ്മിലുള്ള വ്യക്തമായ വ്യത്യാസത്തെ ഊന്നിപ്പറയുന്നു. The emotional tone of the poem also contributes to the portrayal of democracy's dire condition. The poet's plea to speak out for democracy before it weeps and the desire to erase oneself from its heart convey a sense of urgency, desperation, and empathy. These emotional appeals evoke a strong response from the reader, further emphasizing the critical state of democracy and the need for immediate attention and action. കവിതയുടെ ഇമോഷണൽ ടോൺ ജനാധിപത്യത്തിന്റെ ദാരുണമായ അവസ്ഥയെ ചിത്രീകരിക്കാൻ സഹായിക്കുന്നു. ജനാധിപത്യം കരയുന്നതിനു മുമ്പ് ശബ്ദമുയർത്താനുള്ള കവിയുടെ അഭ്യർത്ഥനയും ഹൃദയത്തിൽ നിന്ന് സ്വയം മായ്ക്കാനുള്ള ആഗ്രഹവും അടിയന്തര സ്ഥിതിയും നിരാശയും സഹാനുഭൂതിയും നൽകുന്നു. ഈ വൈകാരിക ആഹ്വാനങ്ങൾ വായനക്കാരിൽ ശക്തമായ പ്രതികരണം ഉണർത്തുന്നു. ജനാധിപത്യത്തിന്റെ നിർണായകമായ അവസ്ഥയെയും അടിയന്തര ശ്രദ്ധയുടെയും പ്രവർത്തനത്തിന്റെയും ആവശ്യകതയെ കൂടുതൽ ഊന്നിപ്പറയുന്നു. Through its vivid imagery, evocative language, and emotional tone, the poem powerfully brings out the dire condition of democracy, showcasing the suffering, constraints, and limitations faced by this cherished system of governance. കവിത അതിന്റെ ഉജ്ജ്വലമായ ഇമേജറിയിലൂടെയും ഭാഷയിലൂടെയും വൈകാരിക സ്വരത്തിലൂടെയും ജനാധിപത്യത്തിന്റെ ദാരുണമായ അവസ്ഥയെ ശക്തമായി പുറത്തുകൊണ്ടുവരുന്നു. ജനാധിപത്യമെന്ന മഹോന്നതമായ ഒരു ഭരണസംവിധാനം നേരിടുന്ന കഷ്ടപ്പാടുകളും പരിമിതികളും ഇത് തുറന്നു കാണിക്കുന്നു. Essay Question 2. Attempt a critical analysis of the poem How Many More Days? Democracy. ഇനി എത്ര ദിവസങ്ങൾ ജനാധിപത്യമേ എന്ന കവിതയുടെ വിമർശനാത്മകമായ ഒരു വിശകലനം നടത്തുക. A critical analysis of the poem How Many More Days? Democracy reveals a poignant and thought-provoking examination of the challenges and complexities associated with democracy. The poet employs various literary techniques to convey their critical perspective on the current state of democratic systems. ഈ കവിതയെ അപഗ്രഥിക്കുമ്പോൾ ജനാധിപത്യവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളുടെയും സങ്കീർണതകളുടെയും തീവ്രവും ചിന്തോദ്ദീപകവുമായ ഒരു ചിത്രം വെളിപ്പെടുന്നു. ജനാധിപത്യ സംവിധാനങ്ങളുടെ നിലവിലെ അവസ്ഥയെക്കുറിച്ചുള്ള തന്റെ വിമർശനാത്മക വീക്ഷണം അറിയിക്കാൻ കവി വിവിധ സാഹിത്യ സങ്കേതങ്ങൾ ഉപയോഗിക്കുന്നു. One notable aspect of the poem is its use of vivid imagery. The descriptions of democracy, with its head down, knees bent, and eyes closed, evoke a sense of submission and powerlessness, suggesting that democracy is being suppressed or oppressed. കവിതയുടെ ശ്രദ്ധേയമായ ഒരു വശം ഉജ്ജ്വലമായ ഇമേജറിയുടെ ഉപയോഗമാണ്. തല താഴ്ത്തിയും മുട്ടുകുത്തിയും കണ്ണടച്ചുമായുള്ള ജനാധിപത്യത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ കീഴ്വഴക്കത്തിന്റെയും അധികാരമില്ലായ്മയുടെയും വികാരം ഉണർത്തുന്നു. അതായത് ജനാധിപത്യം ഞെരുക്കപ്പെടുകയോ അടിച്ചമർത്തപ്പെടുകയോ ചെയ്യുന്നു എന്ന് സൂചിപ്പിക്കുന്നു. The metaphorical depictions of lips sewn together and eyes covered with a blindfold further emphasize the limitations imposed on democratic expression and transparency. These images symbolize the stifling of dissent and the hindrance to democracy's ability to function as a platform for open dialogue and exchange of ideas. ചുണ്ടുകൾ തുന്നിച്ചേർത്തതും കണ്ണുകൾ മൂടിയതുമായ ചിത്രീകരണങ്ങൾ ജനാധിപത്യ ആവിഷ്കാരത്തിനും സുതാര്യതയ്ക്കും ഏർപ്പെടുത്തിക്കുന്ന നിയന്ത്രണങ്ങളെ കാണിക്കുന്നു. ഈ ചിത്രങ്ങൾ തുറന്ന സംവാദത്തിനും ആശയവിനിമയത്തിനും വേദിയായി പ്രവർത്തിക്കാനുള്ള ജനാധിപത്യത്തിന്റെ കഴിവിനെ തടസ്സപ്പെടുത്തുന്നതിനെ പ്രതീകപ്പെടുത്തുന്നു. The poem's emotional tone also adds to its critical analysis. The poet's expressions of frustration, longing, and concern towards democracy's plight evoke a sense of urgency and a call for action. The plea to speak out for democracy before it weeps conveys a deep empathy and a desire to protect and nurture democratic values. കവിതയുടെ വൈകാരിക സ്വരവും ഈ തരത്തിലുള്ള വിമർശനാത്മക വിശകലനത്തെ സഹായിക്കുന്നു. ജനാധിപത്യത്തിന്റെ ദുരവസ്ഥയോടുള്ള കവിയുടെ നിരാശയുടെയും ഉത്കണ്ഠയുടെയും സ്വരം അടിയന്തരമായി ഇടപെടാനുള്ള ആഹ്വാനമാണ്. കരയുന്നതിനു മുമ്പ് ജനാധിപത്യത്തിനു വേണ്ടി ശബ്ദമുയർത്താനുള്ള അഭ്യർത്ഥന. ആഴത്തിലുള്ള സഹാനുഭൂതിയും ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാനും പരിപോഷിപ്പിക്കാനുമുള്ള ആഗ്രഹവും നൽകുന്നു.
Furthermore, the poem raises important questions about the limitations and paradoxes inherent in democratic systems. ജനാധിപത്യ സംവിധാനങ്ങളിൽ അന്തർലീനമായിരിക്കുന്ന പരിമിതികളെയും വിരോധാഭാസങ്ങളെയും കുറിച്ചുള്ള സുപ്രധാന ചോദ്യങ്ങളും കവിത ഉയർത്തുന്നു. The fear of speaking out due to potential harm or offense highlights the complex balance between freedom of expression and the consequences that may arise in a diverse society. ഫിയർ ഓഫ് സ്പീക്കിംഗ് ഔട്ട് എന്നത് അഭിപ്രായ സ്വാതന്ത്ര്യവും വിവിധ സമൂഹങ്ങളിൽ അതുണ്ടാക്കുന്ന അനന്തരഫലങ്ങളും തമ്മിലുള്ള സങ്കീർണമായ സന്തുലിതാവസ്ഥയെ എടുത്തുകാണിക്കുന്നു. The reference to the darkness inside democracy's home, while witnessing a riot of light outside, underscores the disparity between the potential and the actual implementation of democratic ideals. പുറത്ത് വെളിച്ചത്തിന്റെ കലാപത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ ജനാധിപത്യത്തിനുള്ളിലുള്ള അന്ധകാരത്തെക്കുറിച്ചുള്ള പരാമർശം ജനാധിപത്യ ആശയങ്ങളുടെ സാധ്യതയും യഥാർത്ഥ നടപ്പാക്കലും തമ്മിലുള്ള അസമത്വത്തെ അടിവരയിടുന്നു. Through its critical analysis, the poem encourages readers to reflect on the challenges faced by democracy and the need for continuous vigilance and improvement. അതിന്റെ വിമർശനാത്മക വിശകലനത്തിലൂടെ ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചും നിരന്തര ജാഗ്രതയുടെയും മെച്ചപ്പെടുത്തലിന്റെയും ആവശ്യകതയെക്കുറിച്ചും ചിന്തിക്കാൻ കവിത വായനക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നു. It prompts us to question the state of democratic institutions, the role of individuals in upholding democratic principles, and the potential dangers of complacency. ജനാധിപത്യ സ്ഥാപനങ്ങളുടെ അവസ്ഥ, ജനാധിപത്യ തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലെ വ്യക്തികളുടെ പങ്ക്, അലംഭാവത്തിന്റെ അപകടസാധ്യതകൾ എന്നിവ ചോദ്യം ചെയ്യാൻ ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു. Essay Question 3. Compare the poems How Many More Days, Democracy by Seymour Tanti, and Democracy by Langston Hughes. സമീർ തന്തിയുടെ ഹൗ മെനി മോർ ഡേയ്സ് ഡെമോക്രസി, ലാങ്സ്റ്റൺ ഹ്യൂസിന്റെ ഡെമോക്രസി എന്നീ കവിതകൾ താരതമ്യം ചെയ്യുക. The poems How Many More Days, Democracy by Seymour Tanti, and Democracy by Langston Hughes both offer insightful reflections on the theme of democracy, but they present contrasting perspectives and styles. സമീർ തന്തിയുടെ ഹൗ മെനി മോർ ഡേയ്സ് ഡെമോക്രസി, ലാങ്സ്റ്റൺ ഹ്യൂസിന്റെ ഡെമോക്രസി എന്നീ കവിതകൾ ജനാധിപത്യത്തിന്റെ പ്രമേയത്തെക്കുറിച്ച് ഉൾക്കാഴ്ചയുള്ള പ്രതിഫലനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നുവെങ്കിലും അവ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും ശൈലികളും അവതരിപ്പിക്കുന്നു. In How Many More Days, Democracy by Seymour Tanti, the poet portrays democracy in a state of distress and vulnerability. The poem emphasizes the dire condition of democracy through powerful imagery and emotive language. സമീർ തന്തിയുടെ ഹൗ മെനി മോർ ഡേയ്സ് ഡെമോക്രസി കവി ജനാധിപത്യത്തെ ദുരിതത്തിലും ദുർബലാവസ്ഥയിലും ചിത്രീകരിക്കുന്നു. ശക്തമായ ചിത്രങ്ങളിലൂടെയും വികാരനിർഭരമായ ഭാഷയിലൂടെയും ജനാധിപത്യത്തിന്റെ ദാരുണമായ അവസ്ഥയെ കവിത ഊന്നിപ്പറയുന്നു. Democracy is depicted as a figure with its head down, knees bent, and eyes closed, symbolizing submission and oppression. The use of words like mutilation and humiliation intensifies the portrayal of democracy's suffering, highlighting the challenges and constraints it faces. സമർപ്പണത്തിന്റെയും അടിച്ചമർത്തലിന്റെയും പ്രതീകമായി തല താഴ്ത്തി കാൽമുട്ടുകൾ വളച്ച് കണ്ണുകൾ അടച്ചിരിക്കുന്ന ഒരു രൂപമായാണ് ജനാധിപത്യം ചിത്രീകരിക്കപ്പെടുന്നത്. മ്യൂട്ടിലേഷൻ, ഹ്യൂമിലിയേഷൻ തുടങ്ങിയ പദങ്ങളുടെ ഉപയോഗം ജനാധിപത്യത്തിന്റെ കഷ്ടപ്പാടുകളുടെ ചിത്രീകരണത്തെ തീവ്രമാക്കുന്നു. അത് നേരിടുന്ന വെല്ലുവിളികളും പരിമിതികളും ഉയർത്തിക്കാട്ടുന്നു. Tanti's poem takes on a critical tone, expressing frustration and concern for democracy's current state, while urging for action to address its limitations. സമർപ്പണത്തിന്റെയും അടിച്ചമർത്തലിന്റെയും പ്രതീകമായി തല താഴ്ത്തി കാൽമുട്ടുകൾ വളച്ച് കണ്ണുകൾ അടച്ചിരിക്കുന്ന ഒരു രൂപമായാണ് ജനാധിപത്യം ചിത്രീകരിക്കപ്പെടുന്നത്. മ്യൂട്ടിലേഷൻ, ഹ്യൂമിലിയേഷൻ തുടങ്ങിയ പദങ്ങളുടെ ഉപയോഗം ജനാധിപത്യത്തിന്റെ കഷ്ടപ്പാടുകളുടെ ചിത്രീകരണത്തെ തീവ്രമാക്കുന്നു. അത് നേരിടുന്ന വെല്ലുവിളികളും പരിമിതികളും ഉയർത്തിക്കാട്ടുന്നു. On the other hand, Langston Hughes' poem, Democracy, presents a more hopeful and aspirational view of democracy. The poem celebrates the ideal of democracy and emphasizes its potential to uplift and empower marginalized communities. Hughes employs a more straightforward and optimistic style, using concise and impactful language to convey his message. മറുവശത്ത് ലാങ്സ്റ്റൺ ഹ്യൂസിന്റെ ഡെമോക്രസി എന്ന കവിത ജനാധിപത്യത്തെക്കുറിച്ച് കൂടുതൽ പ്രതീക്ഷാനിർഭരവും അഭിലാഷഭരിതവുമായ കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നു. കവിത ജനാധിപത്യത്തിന്റെ ആദർശത്തെ ആഘോഷിക്കുകയും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളെ ഉയർത്താനും ശാക്തീകരിക്കാനുമുള്ള അതിന്റെ സാധ്യതകളെ എടുത്തു പറയുകയും ചെയ്യുന്നു. ഹ്യൂസ് തന്റെ സന്ദേശം അറിയിക്കാൻ സംക്ഷിപ്തവും സ്വാധീനമുള്ളതുമായ ഭാഷയും നേരായതും ശുഭാപ്തിവിശ്വാസമുള്ളതുമായ ശൈലിയും ഉപയോഗിക്കുന്നു. The poem emphasizes the importance of unity, equality,
and active engagement to make democracy a reality for all. Unlike Tanti's poem, Democracy, by Langston Hughes carries a tone of encouragement and calls for collective action to achieve the true essence of democracy. എല്ലാവരുടെയും ജനാധിപത്യം യാഥാർത്ഥ്യമാക്കുന്നതിന് ഐക്യത്തിന്റെയും സമത്വത്തിന്റെയും സജീവമായ ഇടപെടലിന്റെയും പ്രാധാന്യം കവിത സൂചിപ്പിക്കുന്നു. തന്തിയുടെ കവിതയിൽ നിന്ന് വ്യത്യസ്തമായി ലാങ്സ്റ്റൺ ഹ്യൂസിന്റെ ഡെമോക്രസി പ്രോത്സാഹനത്തിന്റെ സ്വരവും ജനാധിപത്യത്തിന്റെ യഥാർത്ഥ സത്ത കൈവരിക്കുന്നതിന് കൂട്ടായ പ്രവർത്തനത്തിന് ആഹ്വാനം ചെയ്യുന്നതുമാണ്. While Tanti's poem focuses on the current challenges and disillusionment with democracy, Hughes' poem highlights the transformative power of democracy when its principles are fully realized. തന്തിയുടെ കവിത ജനാധിപത്യത്തോടുള്ള നിലവിലെ വെല്ലുവിളികളെയും നിരാശയും കേന്ദ്രീകരിക്കുമ്പോൾ, ഹ്യൂസിന്റെ കവിത ജനാധിപത്യത്തിന്റെ തത്വങ്ങൾ പൂർണ്ണമായി സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ അതിന്റെ പരിവർത്തന ശക്തിയെ എടുത്തുകാണിക്കുന്നു. Both poems contribute to a nuanced understanding of democracy, presenting different perspectives on its complexities, limitations, and potential. രണ്ട് കവിതകളും ജനാധിപത്യത്തെക്കുറിച്ചുള്ള സൂക്ഷ്മമായ ധാരണ നൽകുന്നു. അതിന്റെ സങ്കീർണതകളെയും പരിമിതികളെയും സാധ്യതകളെയും കുറിച്ച് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നു. How Many More Days, Democracy, by Seymour Tanti offers a critical and introspective examination of democracy's challenges and struggles, while Democracy, by Langston Hughes exudes hope and inspiration, emphasizing the transformative and uplifting potential of democracy. Together, these poems provide a broader and multifaceted exploration of the concept of democracy and its impact on society. സമീർ തന്തിയുടെ ഹൗ മെനി മോർ ഡേയ്സ് ഡെമോക്രസി എന്ന കവിത ജനാധിപത്യത്തിന്റെ വെല്ലുവിളികളുടെയും പോരാട്ടങ്ങളുടെയും വിമർശനാത്മക ആത്മപരിശോധന വാഗ്ദാനം ചെയ്യുന്നു. അതേസമയം ലാങ്സ്റ്റൺ ഹ്യൂസിന്റെ ഡെമോക്രസി ജനാധിപത്യത്തിന്റെ പരിവർത്തനപരവും ഉന്നമനവുമായ സാധ്യതകളെക്കുറിച്ച് പ്രത്യാശയും പ്രചോദനവും പകരുന്നു. ജനാധിപത്യ സങ്കല്പത്തെക്കുറിച്ചും സമൂഹത്തിൽ അതിന്റെ സ്വാധീനത്തെക്കുറിച്ചും വിശാലവും ബഹുമുഖവുമായ വീക്ഷണങ്ങൾ ഈ കവിതകൾ നൽകുന്നു. Thank you for watching this video. If this video is useful to you, please like the video and subscribe to the channel.